എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ലൈഫിൽ എല്ലാവരുടെയും ഒരിക്കലെങ്കിലും നമ്മുടെ വീടിൻ്റെയൊക്കെ കീയൊക്കെ മിസ്സായിട്ടുണ്ടാവും. എൻ്റെ ഇന്നും അത് മിസ്സായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുക? നമ്മുടെ വീടിൻ്റെയൊക്കെ കീ മിസ്സാകുന്നൊരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ പറ്റും. നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഡോർ ലോക്കിന് പകരം ഒരു ഡിജിറ്റൽ ലോക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ആ ഡിജിറ്റൽ ലോക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. എൻ്റെ പേര് ഷൈജു, ഞാൻ ഇലക്ട്രോണിക്സ് ടെക്നോളജീസിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എയിൽ എന്ന് പറഞ്ഞ ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ 2 മോഡലുണ്ട്. അതായത് ഇത് YDM 200 NXT എന്ന് പറഞ്ഞ മോഡൽ, പിന്നെ അതിൻ്റെ താഴെ വരുന്നത് YDM 50 NXT എന്ന് പറഞ്ഞ മോഡൽ. അപ്പോൾ ഇതിൻ്റെ ബോക്സിൻ്റെ വലിപ്പം കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇതൊരു ബേസിക് മോഡലും ഇത് കുറച്ചുകൂടി ഹയർ മോഡലുമാണ്. അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണത് അതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 പോർഷനാണ് ഡോർ ലോക്കിൻ്റെ മെയിൻ പാർട്സായിട്ട് വരുന്നത്. നമുക്ക് ഇത് ഇൻസൈഡ് വരുന്നതും ഇത് വരുന്നത് ഔട്ട്സൈഡ് വരുന്ന പോർഷനാണ്. അപ്പോൾ നമ്മൾ ഔട്ട്സൈഡ് വരുന്ന പോർഷൻ നോക്കാം. ഇതതിൻ്റെ ഹാൻഡിലാണ്. ഹാൻഡിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ടാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫിംഗർ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓണാക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു RFID സ്കാനർ നമുക്ക് കാണാൻ പറ്റും. സ്കാൻ ചെയ്യാനുള്ളൊരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. RFID സ്കാനർ വെച്ച് സ്കാൻ ചെയ്യാം. പിന്നെ അതിൻ്റെ ബാക്ക് എൻഡിലായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഡിസ്പ്ലേ ഓൺ ആണെങ്കിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമ്പർ വെച്ചിട്ട് നമുക്ക് ഇവിടെയാണ് അതിൻ്റെ നമ്പർ വരുന്നത്. നമ്പർ വെച്ചിട്ടും നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ബെല്ലിൻ്റെ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ടാമ്പർ പ്രൂഫ് ആയിട്ടുള്ളൊരു ഡിവൈസ് തന്നെയാണ് ഇത്. ആരെങ്കിലും ഇത് അഴിക്കാനോ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അലാം ജനറേറ്റ് ചെയ്യാമെന്നുള്ളൊരു ഇൻഡിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ താഴെ കാണുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു USB പോർട്ടിൻ്റെ ഒരു കവറാണ്. നമുക്കിത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് USB പോർട്ട് വഴി ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ചാർജ് കൊടുത്തുകൊണ്ട് നമുക്ക് ഡോർ അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയാണ് ഇതിൻ്റെ ഔട്ട്സൈഡ് വ്യൂ വരുന്നത്. ഇനി നമുക്ക് ഇൻസൈഡ് നോക്കാം. ഇൻസൈഡിൽ വരുന്നത് മെയിൻലി മേൾഭാഗത്തായിട്ട് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് വരുന്നുണ്ട്. ബാറ്ററി വരുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു AA ബാറ്ററി, റീചാർജബിൾ AA ബാറ്ററി 4 ഒരു പാക്കാണ് ഇവിടെ ഇടേണ്ടത്. അതിനുശേഷം ഒരു സേഫ്റ്റി ബട്ടൺ, അതായത് നമുക്ക് ഇത് സേഫ്റ്റി ലോക്ക് ഓണാക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലുണ്ട്, നമുക്ക് വേറെ ഡിസ്റ്റർബൻസ് ഒന്നും പറ്റില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും ഔട്ട്സൈഡിൽ നിന്ന് വന്ന് ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ടോ നമ്പർ വെച്ചിട്ടോ ഇത് അൺലോക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് ഡോർ അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മളൊരു സേഫ് ആയിരിക്കും ഇൻസൈഡിൽ. അപ്പോൾ അതിനാണ് ആ സേഫ്റ്റി ലോക്ക് വെച്ചിരിക്കുന്നത്. ഇത് സാധാരണ നമ്മൾ ഉള്ളിൽ നിന്നും വീട് ലോക്ക് ചെയ്യാനായിട്ട്, രാത്രിയിലൊക്കെ നമുക്ക് വീട് ലോക്ക് ചെയ്യാനായിട്ടും ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടണാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ ലോക്ക് എന്ന് പറയുന്നത്. മോർട്ടിസ് ഇൻ്റേണൽ, അതായത് വുഡൻ ഡോറിൻ്റെ ഉള്ളിൽ വരുന്ന പോർഷനാണിത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ലോക്കാണ്. 1 2 3 4 4 ലോക്കാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നല്ലൊരു സേഫ്റ്റിയുള്ള ലോക്ക് തന്നെയാണിത്. കാരണം ഇതിൻ്റെ വലിപ്പവും അത്യാവശ്യം ഹെവിയാണ് ഈ സാധനം വരുന്നത്. പിന്നെ ഇവിടെ ഒരു മെക്കാനിക്കൽ കീ ഉണ്ട്. നമ്മളിപ്പോൾ ഡിജിറ്റൽ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ അല്ലെങ്കിൽ എല്ലാം ഒന്നും ഉപയോഗിക്കാണ്ട് നമുക്കൊരു മെക്കാനിക്കൽ കീ ഉപയോഗിച്ച് നമുക്കിത് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. മെക്കാനിക്കൽ കീ ഉപയോഗിക്കുന്നതിൻ്റെ പോർഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷനിലാണ്. അത് നമുക്കൊരു ഹിഡൻ സ്പേസ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. നമുക്കുള്ളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും ആ മെക്കാനിക്കൽ കീ ഉപയോഗിക്കാനുള്ള ഒരു പോർഷൻ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് RFID കീ വരുന്നുണ്ട്. 4 കീ ഉണ്ട് ഇതിനകത്ത്. 4 കീ നമുക്ക് ഈ ഒരു കിറ്റിൻ്റെ കൂടെ അവൈലബിൾ ആണ്. പിന്നെ ഇത് യൂസർ മാനുവൽ. അപ്പോൾ ഇത്രയാണ് മെയിൻലി ഒരു 200 NXT എന്ന് പറഞ്ഞ മോഡലിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണിത്. ഒരിക്കലും നമുക്ക് ഇപ്പോൾ കീ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടും എവിടെ വേണമെങ്കിലും പോവാം, ഡിജിറ്റൽ ലോക്ക് ആയതുകൊണ്ട് തന്നെ. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീടുകളിൽ പല ആൾക്കാരുണ്ടാവും, നമ്മളിപ്പോൾ വീട്ടിൽ ജോലിക്ക് പോകുന്നവരുണ്ടാവും, കുട്ടികളുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഈ കീ കൊണ്ടു നടക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നീടെന്ന് പറഞ്ഞാൽ ഇത് കൺവീനിയൻറ്റ് മാത്രമല്ല, വളരെ സേഫ്റ്റി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കൂടിയാണ്. നമ്മുടെ നോർമൽ ലോക്ക് ഉപയോഗിക്കുന്നതിനേക്കാളും സേഫാണ് ഒരു ഡിജിറ്റൽ ലോക്ക് ഉപയോഗിക്കുന്നത്. കാരണം അതിനേക്കാളും വളരെ സ്ട്രോങ് ആണ്. നിങ്ങളിതിപ്പോൾ കണ്ടു കാണും, നമുക്ക് 1 2 3 4 5 ലോക്കാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സെക്യൂർഡ് ആൻഡ് സേഫാണ് നമ്മുടെ ഈ ലോക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ. പിന്നെ ഇതിനകത്ത് നമുക്ക് ഏത് പ്രീമിയം റേഞ്ചിലും, സാധാരണക്കാരൻ്റെ വീട് തൊട്ട് പ്രീമിയം റേഞ്ചിൽ വരെയുള്ള പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. 13,000 രൂപ റേഞ്ച് മുതൽ ഒരു 1 lakh വരെയുള്ള പ്രോഡക്റ്റ് കാറ്റഗറി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ലോക്കാണോ നിങ്ങൾക്ക് അഫോർഡബിൾ, ആ ലോക്ക് നിങ്ങൾക്ക് വെക്കാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലുള്ള ഡിജിറ്റൽ ലോക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.